നമസ്കാരം. ഇന്ന് ഒക്ടോബർ 4 വേൾഡ് സ്മൈൽ ഡേ ആയിട്ട് എടുത്തിരിക്കുന്ന ദിവസമാണ്. എന്തിനാണ് ഓരോ കൊല്ലവും ഓരോ ഡേ ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലേക്ക് അതിനെപ്പറ്റിയുള്ളൊരു ഓർമ്മ കൊണ്ടുവരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്മൈൽ ഡേ, ചിലർ ഒട്ടും ചിരിക്കാത്ത ആൾക്കാരുണ്ട്, ചിലർ ഒത്തിരി ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ സ്മൈലിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾക്കൊന്ന് ചിന്തിച്ച് നോക്കാം. സ്മൈലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മൂഡിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു, നമ്മുടെ സോഷ്യൽ ബോണ്ടിങ് കൊണ്ടുവരിക്കുന്നു, പിന്നെ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യുന്നു, പിന്നെ പെയിനെ കുറയ്ക്കുന്നു, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. അപ്പോൾ ആദ്യമേ പറഞ്ഞ മൂഡ് ബൂസ്റ്റിങ്ങിൽ എടുക്കുകയാണെങ്കിൽ കുറേ നേരം ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ചിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ ചിരിക്കുന്നു, സ്മൈലിംഗ് ചിരി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പ്രതിഭാസം നമ്മളുടെ മുഖത്തിൽ വരുന്ന, ചിരി മുഖത്ത് തെളിയുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിൽ നിന്നും എൻഡോനെഫ്രൈൻസും ഡോപ്പാമൈനും സെറോട്ടോണിനും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് നമ്മുടെ മൂഡിനെ ബൂസ്റ്റപ്പ് ചെയ്യിക്കാൻ സഹായിക്കുന്ന സാധനങ്ങൾ, എൻസൈംസുകളാണ്, ഹോർമോണുകളാണ്. അത് റെഡ്യൂസിങ് ദ സിംറ്റംസ് ഓഫ് ഡിപ്രഷൻ ബാധിച്ച വളരെ സങ്കടകരമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് നല്ലപോലെ ചിരിക്കുകയാണെങ്കിൽ ഈ ഡോപ്പാമൈനും സെറോട്ടോണിനും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് നമ്മളുടെ മൂഡിനെ ബൂസ്റ്റപ്പ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് ഞാൻ പറഞ്ഞ സ്ട്രെസ് റിലീഫ്. സ്ട്രെസ് റിലീഫ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള സ്ട്രെസ്സിൽ കൂടെയാണ് നമ്മൾ ഒക്കെ കടന്നു പോകുന്നത്. ഫാമിലി എടുത്താലും, ജോലി എടുത്താലും, ഫിനാൻഷ്യലി എടുത്താലും ഒരു 80% to 90% ആൾക്കാരും സ്ട്രെസ് കൂടെയാണ് കടന്നു പോകുന്നത്. പുറമേ നോക്കുമ്പോൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സ്മൈലിംഗ് റെഡ്യൂസസ് ദ സ്ട്രെസ് ഹോർമോൺസ്, അതായത് സ്ട്രെസ് ഹോർമോൺസിനെ റെഡ്യൂസ് ചെയ്യിക്കാൻ സ്മൈലിന് സഹായിക്കുന്നു. അതായത് കോർട്ടിസോളും അഡ്രിനാലിനും ഒക്കെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്ട്രെസ്സിൻ്റെ സമയത്ത് ഈ അഡ്രിനാലിനും കോർട്ടിസോളും ഒക്കെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് സ്ട്രെസ്സിൻ്റെ ആ ഒരു സ്റ്റേറ്റിൻ്റെ കാഠിന്യം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചിരി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതായി പറയുന്നത് സോഷ്യൽ ബോണ്ടിങ് ആണ്. സോഷ്യൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ചുമ്മാ റോഡിൽ കൂടെ നടക്കുമ്പോൾ പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുമ്പോൾ ഒരു സോഷ്യൽ ബോണ്ടിങ് ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള സോഷ്യൽ ബോണ്ടിങ്ങിന് സഹായിക്കുന്നു. പെയിനെ റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ പെയിൻ, അതായത് അക്യൂട്ടായിട്ടുണ്ടാകുന്ന പെയിനല്ല, ക്രോണിക്കായിട്ടുണ്ടാകുന്ന പെയിനിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് റെഡ്യൂസ് ചെയ്യിക്കാൻ സാധിക്കും. അതായത് പെയിൻ ക്രോണിക്കായിട്ടുണ്ടാകുന്ന ചില അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് ക്യാൻസറാണ് വരുന്നത്. സ്റ്റൊമക് ക്യാൻസറിനൊക്കെ നല്ല പെയിനാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാച്ചുറൽ പെയിൻ കില്ലർ എന്ന രീതിയിൽ നമുക്ക് അതിനെ കണക്കാക്കാവുന്നതാണ്. ഓക്കെ. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റപ്പ് ചെയ്യിക്കുന്നു. അതായത് ഇൻഫ്ലമേറ്ററി സിംറ്റംസ് കുറച്ചുകൊണ്ട് അങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റപ്പ് ചെയ്യിക്കുന്നു. ഇത്രയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്മൈൽ ഡേയിൽ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചിരിക്കുക. ഓക്കെ, താങ്ക് യു.